അസ്സലാമു ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു പുതിയ പലഹാരമാണ്. ഈ പലഹാരം ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആകൃതി ആണെങ്കിലും ഈ പലഹാരത്തിൻ്റെ രുചി വേറെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1/2 കിലോ ഉരുളൻകിഴങ്ങ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി വേവിച്ചെടുക്കണം. ഒരു സ്റ്റീമറിൽ വെച്ചിട്ടാണ് ഞാനിവിടെ കിഴങ്ങ് വേവിച്ചെടുക്കുന്നത്. ഉരുളൻകിഴങ്ങ് 2ആയി കട്ട് ചെയ്ത് തൊലിയോട് കൂടി തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് തോന്നുന്നെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ കിഴങ്ങ് നന്നായി വേവ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ നന്നായി ഉടച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് ഒരു തരി പോലും ഇല്ലാതെ ഉടഞ്ഞു കിട്ടുകയുള്ളൂ. വേവിച്ചെടുത്ത കിഴങ്ങ് ഒരു ബൗളിലേക്ക് മാറ്റി ഓരോന്നായിട്ടാണ് ഉടച്ചെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പം ഉടച്ചെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ സ്മാഷർ അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതിയാകും. ഇപ്പോൾ നന്നായി ഉരുളൻകിഴങ്ങ് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞത്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 10 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ചേർന്ന് വരുന്നത് വരെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നന്നായി മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഒരു കവർ ബാഗിലേക്ക് കുഴച്ചെടുത്ത മാവിനെ വെച്ച് കൊടുക്കാം. ഇതുപോലെയുള്ള കവർ ബാഗ് ഇല്ലെങ്കിൽ സാരമില്ല, നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന കവർ മതിയാകും. മാവ് കവർ ബാഗിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു റോളർ വെച്ച് പരത്തിയെടുക്കാം. അധികം കട്ടിയാകാനും അതുപോലെ തന്നെ കട്ടി കുറയാനും പാടില്ല. ആ ഒരു ഷേപ്പിൽ വേണം പരത്തിയെടുക്കാൻ. അങ്ങനെ ഞാനിവിടെ ദീർഘചതുരാകൃതിയിൽ തന്നെ മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം ആകുമ്പോഴേക്കും നമുക്ക് ഒരു സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ചൂടായ കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സോസ് ഉണ്ടാക്കാൻ. ഇപ്പോൾ ബട്ടർ മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളി ചതച്ചെടുത്തത് ആഡ് ചെയ്യാം. വെളുത്തുള്ളിയുടെ റോ ഫ്ലേവർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ റോ ഫ്ലേവർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 100 ml പശുവിൻ പാൽ ആഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ നന്നായി ചേർന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ നന്നായി ചേർന്ന് വന്ന് കഴിയുമ്പോൾ 3 സ്ലൈസ്ഡ് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും മെൽറ്റായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ചീസും മെൽറ്റായിട്ടുണ്ട്. പിന്നെ സോസിന് ഒരു തിക്നെസ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പരത്തിയെടുത്ത മാവ് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുക്കാം. ഇത് ഞാൻ 5 മിനിറ്റ് മുന്നേ എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് കവറിൽ നിന്നും പുറത്തേക്ക് എടുത്ത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു നീളത്തിലായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ചൂടായ ചട്ടിയിലേക്ക് പൊരിക്കാനാവശ്യമായ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ കട്ട് ചെയ്തെടുത്ത പീസസ് ഓരോന്നായി ഓയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വശം ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്യാം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്.
ഇപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് വശവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഓയിലിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. പിന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണ് ഈ പലഹാരം ഉണ്ടാക്കിയെടുത്തത്. ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ സോസും ഉണ്ടാക്കാൻ ആരും മറക്കരുത് കേട്ടോ. കാരണം ഈ സോസിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു രക്ഷയുമില്ല കേട്ടോ. അടിപൊളി സാധനമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായി ഇഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.